ചക്കക്കുരു മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ്. 20ഓളം ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് രണ്ടാക്കി കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചക്കക്കുരു നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് കൂടി റെഡിയാക്കാമേ. 2 പിടി തേങ്ങയും 3 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ച് വെക്കാമേ. ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ വേണം. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഇതിൻ്റെ പകുതി അളവിലേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതും ചേർത്ത് വെള്ളം കുറവാണെങ്കിൽ വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒരു വിസിലും കൂടെ കേൾപ്പിക്കാമേ. ചക്കക്കുരുവൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കറി ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചക്കക്കുരു മാങ്ങാക്കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.